മുംബൈ മീര റോഡിലെ പൂനം ക്ലസ്റ്റർ സൊസൈറ്റിയിൽ വൻ സംഘർഷം. ബക്രീദിനോടനുബന്ധിച്ച് റെസിഡൻഷ്യൽ സൊസൈറ്റിക്കുള്ളിൽ മൃഗങ്ങളെ ബലിയർപ്പിക്കാനുള്ള നീക്കത്തിനെതിരെ ഹിന്ദു സംഘടനകൾ ശക്തമായി രംഗത്തെത്തിയതോടെയാണ് മീര റോഡ് വീണ്ടും സംഘർഷഭരിതമായത്. സൊസൈറ്റിക്കുള്ളിൽ മൃഗബലിക്കായി നിർമ്മിച്ച ഷെഡ് ഹിന്ദു താമസക്കാരുടെ ശക്തമായ എതിർപ്പിനെയും പരാതിയെയും തുടർന്ന് അധികൃതർ പൊളിച്ചു മാറ്റിയിരുന്നു. എന്നാൽ തിങ്കളാഴ്ച രാത്രി ഇത് വീണ്ടും നിർമ്മിക്കാൻ ഒരു വിഭാഗം ശ്രമിച്ചതോടെയാണ് സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടത്. ഭവന സമുച്ചയങ്ങളിലെ സമാധാന അന്തരീക്ഷം തകർക്കുന്ന ഈ നിയമവിരുദ്ധ നീക്കത്തെ വിശ്വ ഹിന്ദു പരിഷത്തും ബജ്രംഗ് ദളും ചോദ്യം ചെയ്തു. പ്രതിഷേധിച്ച VHP ബജ്രംഗ് ദൾ പ്രവർത്തകർക്ക് നേരെ അക്രമമുണ്ടാവുകയും ചിലർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ചൊവ്വാഴ്ച മുതൽ VHPയുടെയും ബജ്രംഗ് ദളിന്റെയും നേതൃത്വത്തിൽ സൊസൈറ്റി കവാടത്തിൽ ശക്തമായിട്ടുള്ള നാമജപ പ്രതിഷേധം തുടരുകയാണ്. സൊസൈറ്റിക്കുള്ളിൽ അനധികൃതമായി കടത്തിയ 50-ലധികം ആടുകളെ ഉടൻ പുറത്തു കൊണ്ടുവരണമെന്നാണ് ഹൈന്ദവ സംഘടനകളുടെ ആവശ്യം. മൃഗങ്ങളെ ബലിയർപ്പിക്കാൻ സർക്കാർ പ്രത്യേകം സ്ഥലം അനുവദിച്ചിട്ടുണ്ടെന്നിരിക്കെ എന്തിനാണ് വീണ്ടും സൊസൈറ്റിക്കുള്ളിലേക്ക് ആടുകളെ കൊണ്ടുവരുന്നത് എന്നാണ് പ്രതിഷേധക്കാർ ചോദിക്കുന്നത്. ഹിന്ദു ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ മനഃപൂർവ്വം ഭീതി പടർത്താനും പ്രകോപനം സൃഷ്ടിക്കാനുമുള്ള ഗൂഢശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ നടപടിയെന്ന് ഹിന്ദു സംഘടനകൾ ചൂണ്ടിക്കാട്ടുന്നു. പൊതു ഇടങ്ങളിലും ഭവന സമുച്ചയങ്ങളിലും മൃഗബലി അനുവദിക്കില്ല എന്ന ഉറച്ച നിലപാടിലാണ് വിശ്വ ഹിന്ദു പരിഷത്തും സമാജവും. ആടുകളെ പൂർണ്ണമായും പുറത്തു കൊണ്ടുവരുന്നത് വരെ സമരം തുടരുമെന്നും അവർ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിട്ടുണ്ട്. സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കാൻ വൻ പോലീസ് സംഘം സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുകയാണ്. ബാരിക്കേഡുകൾ തീർത്ത് സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ടെങ്കിലും ഇരുവിഭാഗവും ഇതുവരെ സമവായത്തിലെത്തിയിട്ടില്ല. നിയമലംഘനം നടത്തി സൊസൈറ്റിക്കുള്ളിൽ മൃഗബലി നടത്താൻ അനുവദിക്കില്ല എന്ന ഉറച്ച തീരുമാനത്തിൽ തന്നെയാണ് ഹൈന്ദവ സംഘടനകൾ. താൽക്കാലികമായി സമാധാനം നിലനിൽക്കുന്നുണ്ടെങ്കിലും പ്രദേശത്ത് കനത്ത ജാഗ്രത തുടർന്നു വരികയാണ്. ന്യൂസ് ഡെസ്ക്.